കഴിഞ്ഞ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച ഈ മുന്നണി മാറ്റം സംബന്ധിച്ചാണ്. പല ജില്ലാ കമ്മിറ്റികളും മുന്നണി മാറണം എന്ന് ആവശ്യപ്പെട്ടതായി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ടോ? മുന്നണി മാറ്റം എന്നുള്ളത് നിങ്ങളുടെ ഒരു അജണ്ടയിലുള്ള ഒരു വിഷയമാണോ? അല്ല, കഴിഞ്ഞ തവണ വെച്ചാൽ ഇപ്പം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ആഴ്ചയാണ് കൊച്ചിയിൽ നടന്നത്. 2-ാം തീയതി ഉണ്ടായിരുന്നു. അതിൽ ഈ കേരളത്തിൽ നടന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ വിജയങ്ങളും അതിൻ്റെ പരാജയങ്ങളും അതെല്ലാമാണ് സമഗ്രമായി വിലയിരുത്തിയത്. സ്വാഭാവികമായും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഒരു തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ പാർട്ടിക്കുമുണ്ടായി. അപ്പോൾ നേതാക്കന്മാർ വ്യത്യസ്തങ്ങളായ അഭിപ്രായം പല ആളുകളും പാർട്ടിയിൽ എടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മുന്നണി വിടുക എന്നുള്ളത് ഇപ്പോൾ പാർട്ടിക്ക് മുന്നിലുള്ള ഒരു അജണ്ടയേ അല്ല. പ്രത്യേകിച്ച് പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ നിന്നെല്ലാം മുന്നണി വിടുന്നതിനോട് യോജിച്ചുള്ള ഒരു അഭിപ്രായവും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അത് അന്തിമമായി തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിട്ടുമില്ല. അതുകൊണ്ട് അതിപ്പം RJDയെ സംബന്ധിച്ചിടത്തോളം മുന്നണി മാറ്റം എന്നുള്ളത് ഇപ്പോൾ അജണ്ടയിലുള്ള ഒരു കാര്യമേ അല്ല, അതൊരു സാഹചര്യമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചില തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടായെങ്കിൽ കൂടിയും നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ രാഷ്ട്രീയ വോട്ടും രാഷ്ട്രീയ അടിത്തരവും ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സുശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനും അധികാരം തുടർന്നും കൈപ്പിടിയിൽ ഒതുക്കുന്നതിനുമുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അടുത്ത 2-3 മാസം അതിന് ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയും നേതാക്കന്മാരും എല്ലാം എല്ലാ ഘടകകക്ഷികളുടെ പ്രശ്നങ്ങളും അവർ കേൾക്കുകയും അവർ പരമാവധി അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്ത് ഈ വിജയ തുടർച്ച നടത്തുന്നതിനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്? അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് LDFന് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് കാരണം എന്ന രീതിയിൽ പാർട്ടിയിൽ വിലയിരുത്തലുണ്ടോ? ഇല്ല, പാർട്ടി അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് ശ്രീ പിണറായി വിജയനാണല്ലോ. അദ്ദേഹം തുടർച്ചയായി 10 വർഷം ഇവിടെ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ ആയിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുക എന്നുള്ളത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യക്തിപരമായ ഒരു ചർച്ചയിലേക്ക് പാർട്ടി കടന്നിട്ടില്ല. ഈ പിണറായി വിജയൻ തന്നെ വീണ്ടും LDFനെ നയിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. കഴിഞ്ഞ 10 വർഷമായി സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് തന്നെയാണ് അനുഗുണമായി പാർട്ടി നിൽക്കും. പിണറായി വിജയൻ തന്നെ നയിക്കുന്നത് ഗുണം ചെയ്യും? തീർച്ചയായിട്ടും. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ജനകീയമായ മുഖം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജനകീയ മുഖം, അറിയുന്ന മുഖം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം നയിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ബലഹീനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്ന് ഒരിക്കലും പാർട്ടി കരുതുന്നില്ല. അദ്ദേഹം നയിക്കുന്നത് തുടർഭരണത്തിലേക്ക് നയിക്കുമെന്നാണ് പാർട്ടിയുടെ വിശ്വാസം. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്നാലെ ഇങ്ങനെ തുടർച്ചയായി LDF പോയത് ഒരു മണ്ടത്തരമായി പോയി എന്ന് കരുതുന്നുണ്ട്? ഇല്ലല്ലോ, LDF ജമാഅത്ത് ഇസ്ലാമിക്ക് പിന്നാലെ പോകുന്നില്ല. അതിപ്പോൾ നിങ്ങളെ മിനിഞ്ഞാന്ന് വിമർശനം കൊണ്ട് അല്ല, ഇപ്പം AK ബാലൻ ഉന്നയിച്ച വിമർശനത്തെയാണ് താങ്കൾ സൂചിപ്പിക്കുന്നതെങ്കിൽ ഇപ്പോൾ പാർട്ടിയുടെ അവരുടെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തന്നെ അതിനെ തിരുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഇടതുമുന്നണി ഫോക്കസ് ചെയ്തിരുന്നത് ഈ UDFും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ സമയം വിനിയോഗിച്ചു. വികസനമൊക്കെ ചർച്ചയിൽ നിന്നേ പോയി. LDF സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം പറഞ്ഞുകൊണ്ട് അതിലിങ്ങനെ കെട്ടിയിടുന്നത് പോലുള്ള ഒരു കാര്യമുണ്ടായി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ചടിയാകും. ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അതൊക്കെ ഒരു ക്രോഡീകരണത്തിന് ഏകീകരണത്തിനൊക്കെ കാരണമാകും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ടല്ലോ. അത് ശരിയല്ലേ? അല്ല, അതിലെന്താ കാണേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഇടതുപക്ഷ വിരുദ്ധത മൂലം മൈനോറിറ്റിയുടെ കൺസോൾട്ടേഷന് വേണ്ടി, രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ മൈനോറിറ്റിയുടെ കൺസോൾട്ടേഷന് വേണ്ടി UDF പരിശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി
ചില വസ്തുതകൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ജനറലൈസ് ചെയ്തുകൊണ്ട് അത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ്, അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് വെറും വ്യാഖ്യാനം മാത്രമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കേ അത് കാണേണ്ടതുള്ളൂ. ആ ഒരു ധ്രുവീകരണം അവർ വോട്ടിന് വേണ്ടി ഒരു പോളറൈസേഷൻ, മൈനോറിറ്റിയുടെ ഒരു പോളറൈസേഷന് വേണ്ടി UDF കിണഞ്ഞു പരിശ്രമിച്ചപ്പോൾ അത് തുറന്നു വെട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ നിലപാടുകൾ എന്തായിരുന്നു, അവർ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം എന്നത് തുറന്നു കാണിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഇന്നലെ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗമൊക്കെ വിളിച്ച് 110 സീറ്റിൽ LDF ഫോക്കസ് ചെയ്യണം, വിജയ സാധ്യതയുണ്ട്, വീണ്ടും മൂന്നാം LDF സർക്കാർ എന്നുള്ള രീതിയിൽ വലിയൊരു ആത്മവിശ്വാസം അത് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. സാധ്യമാവുന്നത് തന്നെയാണോ അത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ തുടർഭരണം എന്നുള്ളത് തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഘട്ടത്തിലാണല്ലോ LDFൻ്റെ സർക്കാർ തുടർഭരണത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾക്ക് ഏതാണ്ട് 100 സീറ്റോളം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് 110 സീറ്റിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത്, ഉയർത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമൊന്നുമല്ല. ഈ അടുത്ത 3 മാസം വളരെ ചിട്ടയായി പ്രവർത്തിക്കുകയും ജനക്ഷേമകരമായ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതുപോലെയുള്ള മാനിഫെസ്റ്റോ പുറത്തിറക്കുകയും അങ്ങനെ പുറത്തിറക്കുന്ന കാര്യങ്ങൾ, മാനിഫെസ്റ്റോ എല്ലാം, പ്രകടന പത്രികയെല്ലാം നടപ്പാക്കിയ ചരിത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ആ വിശ്വാസം ജനങ്ങളിലേക്ക് നമുക്ക് പ്രസരിപ്പിക്കാൻ കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആര് നയിക്കും എന്നുള്ളത് മുന്നണിയും പാർട്ടിയും, നയിക്കുന്ന പാർട്ടിയും പിന്നീട് തീരുമാനിക്കുന്നതായിരിക്കും. എന്തായാലും എപ്പോഴാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക? അല്ല, അത് അതിൻ്റെ സമയമാകുമ്പം നടക്കും. ഇപ്പം പ്രാഥമികമായ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അത് കൃത്യമായ സമയത്ത് പാർട്ടിയുടെ നേതൃത്വം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. വളരെ ശുഭപ്രതീക്ഷയോടെ പാർട്ടി പ്രവർത്തകർ ഈ ലോക്കൽ ബോഡി നമുക്കുണ്ടായ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തോടുകൂടി അതെല്ലാവരും മറക്കാനാണ് പാർട്ടി പ്രവർത്തകരായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ താങ്കൾ മത്സരരംഗത്തുണ്ടാകുമോ കൂത്തുപറമ്പിൽ? എവിടെയൊന്നല്ല, പാർട്ടി എന്താണോ തീരുമാനം എടുക്കുന്നത് ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കും ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക്. എന്തായാലും KP പ്രശാന്താണ് RJDയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മളോടൊപ്പം ചേർന്ന് കാര്യങ്ങൾ വിശദമാക്കിയത്. RJD LDFിൽ തന്നെ ഉറച്ചു നിൽക്കും, അതിൽ ഒരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് KP പ്രശാന്ത്. എന്തായാലും കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ RJDക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. LDFിന് നേരിട്ടതിനേക്കാൾ കൂടുതൽ ഒരു തിരിച്ചടി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു തിരിച്ചടി RJDക്ക് നേരിട്ടിട്ടുണ്ട്. അത് പാർട്ടി പരിശോധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കൊളവല്ലൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ആ പരാജയം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ കൊളവല്ലൂർ ഡിവിഷൻ എന്ന് പറയുന്നത് LDFിന് പ്രത്യേകിച്ച് RJDക്ക് ഏറെ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അവിടെ 2000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി വിശദമായി തന്നെ മുന്നണിയും പാർട്ടിയും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. അവിടെ ഈ ഡിവിഷൻ പുനർവിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം അത് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ തുടർച്ചയായി മത്സരിക്കുന്നവർ മാറി നിൽക്കണം എന്നുള്ളത് പാർട്ടിയിലുള്ള ഒരു ചർച്ചയാണ്. കൂത്തുപറമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല. ആര് മാറണം ആര് മാറണ്ട എന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാനും തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് KP പ്രശാന്ത് ഇപ്പോൾ നമ്മളോട് വിശദമാക്കിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.